ദേവപഞ്ചമി ഭാഗം 70. എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? മോളെ മാറ്റി നിർത്തുന്നത് നല്ലതാണ്. പിന്നെ ദേവ ഒരാഗ്രഹം പറഞ്ഞില്ലേ, നമുക്കിടയിലേക്ക് നമ്മുടെ മോൾക്ക് ഒരു അനിയനെയോ അനിയത്തിയോ വേണമെന്ന്. അപ്പോൾ കുഞ്ഞിനെ ഇതുപോലെ പലപ്പോഴും മാറ്റി നിർത്തേണ്ടി വരും. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും പിന്നെ തൻ്റെ ഡെലിവറി ഡേറ്റ് എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ. ആ സമയത്ത് പെട്ടെന്ന് അവൾക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ, തനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് മാറ്റി നിർത്തുന്നത് നല്ലതാണ്. നമുക്കങ്ങനെ പല സാഹചര്യങ്ങളും വന്നാൽ കുഞ്ഞിനും തനിക്കും മാനേജ് ചെയ്യാൻ പറ്റും, ആര്യൻ പറഞ്ഞു. അവൾ ആര്യൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ എനിക്കും ട്രൈ ചെയ്യണ്ടേ അടുത്തൊരാൾക്ക് വേണ്ടി? ദേവ എന്നോട് ആദ്യമായിട്ട് ചോദിച്ച ഒരാഗ്രഹമില്ലേ, ആ ആഗ്രഹം അത് സാധിച്ചു തരണമെങ്കിൽ ഇങ്ങനെ നിന്നാ പറ്റില്ല. ഞാൻ കഷ്ടപ്പെടണം, പണിയെടുക്കണം. പണിയെടുക്കാനും കഷ്ടപ്പെടാനും ഞാൻ റെഡിയാണ്. എന്നാ പണിയെടുത്താലോ? ആര്യൻ ചോദിച്ചതും അത്രയും നേരം സങ്കടത്തിലുണ്ടായിരുന്ന അവളുടെ മുഖം മാറി. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്തു നിന്നുള്ള നോട്ടം മാറ്റി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വച്ചിരിക്കുന്നു, കഴിക്കാം. ചെറിയൊരു വെപ്രാളത്തോടെ പറഞ്ഞ് വേഗം അവിടെ നിന്നും പോകുമ്പോൾ ആര്യൻ അവൾ പോകുന്നത് നോക്കി നിന്നു. പിന്നെ പുഞ്ചിരിയോടെ അകത്തേക്ക് പോയി. ആര്യൻ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ പഞ്ചമി ഉണ്ടായിരുന്നില്ല. അവൻ കിച്ചണിലേക്ക് ചെന്നപ്പോൾ കണ്ടു, കിച്ചൺ സ്ലാബിൽ പിടിച്ച് തിരിഞ്ഞു നിൽക്കുന്ന പഞ്ചമിയെ. ആര്യൻ്റെ സാന്നിധ്യം അറിഞ്ഞതുപോലെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. ആര്യൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് അവളെ തിരിച്ചു നിർത്തി. എന്താണ് എൻ്റെ ദേവിക്ക് ഇന്നൊരു പരവശവും വെപ്രാളവും? ആര്യൻ ചോദിച്ചതും അവൾ ഒന്നുമില്ല എന്ന് തലയണക്കി. എന്നാ വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എനിക്ക് വിശക്കുന്നുണ്ട്. ആര്യൻ പറഞ്ഞതും അവൾ ആര്യൻ്റെ മുഖത്തേക്ക് നോക്കി. വാ എൻ്റെ ദേവാ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് നടന്നു. ഡൈനിങ് റൂമിലേക്ക് നടക്കുമ്പോൾ ആര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അത് പഞ്ചമിയിലേക്കും പകർന്നു. രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും പതിവില്ലാത്ത ഒരു നാണം പഞ്ചമിയിലുണ്ടായിരുന്നു. ആര്യൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ പോകുമ്പോഴാണ് ആര്യൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്തതും മുത്തശ്ശിയാണ് എന്ന് കണ്ടു. അവൻ പഞ്ചമിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശിയാണ്, ആര്യൻ പറഞ്ഞു. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മോനെ ആര്യ, നിങ്ങൾ നാളെ വരില്ലേ? മുത്തശ്ശി ചോദിച്ചു. നേരത്തെ വരണം, വൈകരുത്, അല്ലെങ്കിൽ പിന്നെ ഇന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? മുത്തശ്ശി ചോദിച്ചു. അത് വേണ്ട, ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് കറക്റ്റ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും, ആര്യൻ പറഞ്ഞു. അവിടുത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് മുത്തശ്ശി ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ നടക്കും, ആര്യൻ പറഞ്ഞു. പിന്നെയും മുത്തശ്ശി സംസാരിച്ചു. അച്ചു, മോളെവിടെ? മുത്തശ്ശി ചോദിച്ചതും പഞ്ചമി ആര്യൻ്റെ മുഖത്തേക്ക് നോക്കി. കുഞ്ഞു ഉറങ്ങിയോ? മുത്തശ്ശി ചോദിച്ചു. മുത്തശ്ശി, കുഞ്ഞിനെ പഞ്ചമിയുടെ സഹോദരൻ ആകാശ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ആദിനാരായണൻ, അവര് വന്ന് കൊണ്ടുപോയി, ആര്യൻ പറഞ്ഞതും ആണോ, നന്നായി. എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ മോളെ നിർത്തിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് മാറി നിൽക്കേണ്ടി വന്നാ മോൾക്കത് പറ്റിയെന്ന് വരില്ല, അത് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കും. ഇപ്പം മാറി നിൽക്കുന്നത് നല്ലതാണ്, മുത്തശ്ശി പറഞ്ഞതും എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ ആര്യൻ രണ്ട് പുരികവും അവളെ പൊക്കി കാണിച്ചു ചോദിച്ചതും അവൾ ആര്യനെ നോക്കി മുഖം കൂട്ടി. അച്ചു, പഞ്ചമി എവിടെ? മുത്തശ്ശി ചോദിച്ചു. ഇവിടെയുണ്ട് മുത്തശ്ശി, അവൾ വിളിച്ചു. മോളെ, സങ്കടമായോ കുഞ്ഞു പോയപ്പോ? മുത്തശ്ശി ചോദിച്ചു. അത് പിന്നെ മുത്തശ്ശി, പെട്ടെന്ന് അങ്ങനെ മാറി നിന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു വിഷമം, അവൾ പറഞ്ഞു. സാരമില്ല, അച്ചുവിനും ആദ്യം കുഞ്ഞിനെ വിട്ടു പോകുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു, കുഞ്ഞിനും കുറച്ച് വിഷമമുണ്ടായി. പക്ഷെ ഇത് അവരുടെ ഇഷ്ടത്തിന് പോയതല്ലേ, അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ മോളെ കാണണമെന്ന് തോന്നിയാൽ അവൾ പ്രകടിപ്പിക്കും, അപ്പോൾ ചെന്ന് കൊണ്ടുവന്നാൽ മതി കേട്ടോ. പിന്നെ അത്ര പെട്ടെന്നൊന്നും വാശി പിടിക്കുന്ന കൂട്ടത്തിലല്ല മോള്. അതില് ഒരു തിരുത്തുണ്ട് മുത്തശ്ശി, എൻ്റെ മോള് അങ്ങനെയായിരുന്നു, പക്ഷേ അവളുടെ ഈ അമ്മക്കിളി അവളെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തിനും ഏതിനും ഒരു വാശി പിടിക്കുന്നുണ്ട് പെണ്ണ്, ഞാനത് കാണുന്നുണ്ട്, ആര്യൻ പറയുന്നത് കേട്ട് മുത്തശ്ശി ചിരിച്ചു. അവൾ കുഞ്ഞല്ലേ മോനെ, ഇപ്പോൾ അങ്ങനെ വേണം, കുറുമ്പും കളിയും ചിരിയും അങ്ങനെ എല്ലാം വേണം.
അല്ലാതെ അതൊന്നുമില്ലാത്ത നിന്നെപ്പോലെ ഇങ്ങനെ ബലം പിടിച്ചും മസിൽ പിടിച്ചുകൊണ്ടും ചിരിക്കാതെ മറ്റും നടക്കാൻ പറ്റുമോ? ആളുകളോട് സംസാരിക്കണം, കളിക്കണം, ചിരിക്കണം, ഇതെല്ലാം വേണം. ഇല്ലെങ്കിലേ എല്ലാവരും പറയും ആ കൊച്ച് ആര്യന്റെ തനി പകർപ്പാണ് എന്ന്. അതുകൊണ്ട് അത് വേണ്ട. അവള് അവളുടെ അമ്മയെപ്പോലെ മതി. മുത്തശ്ശി പറഞ്ഞതും ഇപ്പോ അങ്ങനെയായോ? ഞാനിപ്പോ ആരായി? ആര്യൻ ചോദിച്ചു. നീ ആരെങ്കിലും ആവട്ടെ, ഒരു കാര്യം പറഞ്ഞേക്കാം. നാളെ നേരത്തെ നിങ്ങൾ എത്തിയിരിക്കണം. അല്ലാതെ വിളിച്ചിരിക്കുന്ന അതിഥികളും VIP ഗസ്റ്റുകളും എല്ലാം വരുമ്പോൾ നിങ്ങൾ വരാതിരിക്കരുത്. അവരെ വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ല, മുത്തശ്ശി പറഞ്ഞു. ഇല്ല മുത്തശ്ശി, കറക്റ്റ് ടൈമിന് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. പിന്നെ നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ, ഞങ്ങളുടെ ഏഞ്ചൽ നാഗപഞ്ചമിയും അവിടെ ഉണ്ടാകും. പുഞ്ചിരിയോടെ ആര്യൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ശരി മുത്തശ്ശി, നക്ഷത്രിയും വരതയുമെല്ലാം എവിടെ? അവൾ ചോദിച്ചു. അവൾമാരെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നാളെ ബർത്ത്ഡേ ആണോ അതോ ഇവരുടെ ആരെയുണ്ടെങ്കിലും കല്യാണമാണോ എന്നാണ് എനിക്ക് സംശയം. ദേവാ, ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളെ മെഹന്തി ഇടുകയാണ്. അതുകൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്. അവിടെ നിന്നും വരദ വിളിച്ചു പറയുന്നത് കേട്ടതും ഓ പതിയെ പറ എന്റെ വരദ, എന്റെ ചെവി അടിച്ചു പോയി. ദേവ ഫോൺ ചെവിയിൽ നിന്നും കുറച്ച് അകത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ കുറെ നേരം കൂട്ടുകാർ തമ്മിലുള്ള സംസാരവും കത്തിവയ്പും എല്ലാമായിരുന്നു. മോള് ആകാശിന്റെ ഒപ്പം പോയി എന്നറിഞ്ഞതും മോളെ ദേവ, എന്താണ് ഭാര്യയും ഭർത്താവിനും അവിടെ പരിപാടി? കുഞ്ഞിനെ പറഞ്ഞു വിട്ടിട്ട് വരദയുടെ ചോദ്യം കേട്ട് പഞ്ചമി അടുത്തു നിന്ന ആര്യനെ നോക്കി. വരദ, നീ എന്തൊക്കെയാ പറയുന്നത്? പെട്ടെന്ന് പഞ്ചമി ചോദിച്ചതും അപ്പുറത്ത് നിന്ന് ഒരു കൂട്ട ചിരിയായിരുന്നു. അത് കേട്ടതും അപ്പോ അവിടെ എല്ലാവരും ഉണ്ടല്ലേ? പഞ്ചമി ചോദിച്ചു. ഉണ്ടല്ലോ, ഇവിടെ എല്ലാവരും ഉണ്ട്, നീ ഒഴിച്ച്. പറയ്, ഇന്നെന്താ പരിപാടി? അവൾ വീണ്ടും ചോദിച്ചു. പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ? പെട്ടെന്ന് ആര്യന്റെ ചോദ്യം കേട്ടതും അയ്യോ കടുവ! പെട്ടെന്ന് വരദ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ആര്യൻ ഫോൺ ചെവിയിൽ നിന്നും എടുത്ത് ഫോണിലേക്ക് നോക്കി. പിന്നെ പഞ്ചമിയെയും. കടുവയോ? ആര്യൻ ചോദിച്ചതും പഞ്ചമി ചിരിച്ചു. അതെ, നിങ്ങളെ കടുവെന്നാ വിളിക്കുന്നത്, പഞ്ചമി പറഞ്ഞതും ഓഹോ, അപ്പോ അങ്ങനെയാണ് അല്ലേ? മാഡം എന്നെ എന്താ വിളിക്കുന്നത്? ആര്യൻ ചോദിച്ചതും ഞാൻ അച്ചൂടാന്നല്ലേ വിളിക്കുന്നത്. വേറെയൊന്നും ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. വിളിച്ചിട്ടില്ല? ആര്യൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ കേൾക്കാതെ നീ എന്താണ് എന്നെ വിളിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. സത്യമായിട്ടും ഞാൻ വേറൊന്നും വിളിക്കാറില്ല, അവൾ പറഞ്ഞു. അവൻ തൻ്റെ നേരെ തന്നെ നടന്നു വരുന്നത് കണ്ടതും അച്ചുവേട്ടാ, ഞാൻ ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? അവൾ പെട്ടെന്ന് വിഷയം മാറ്റുന്നത് കണ്ടതും ഉച്ചയ്ക്ക് ഞാൻ പറയുന്നത് തരുമോ എന്ന് ചോദിച്ചു അവൻ. എന്താ വേണ്ടത്? അവൾ ചോദിച്ചു. എനിക്ക് നിന്നെ മതി എന്ന് പറഞ്ഞ് അവളെ വലിച്ച് ചേർത്ത് നിർത്തി രണ്ട് കൈകളിലും അവളെ എടുത്തുകൊണ്ട് അവിടെ നിന്നും നടന്നു. അച്ചുവേട്ടാ, അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരാൻ തുടങ്ങിയതും ദേവാ, അടങ്ങിക്കിടന്നില്ലെങ്കിൽ താഴെയിടില്ല ഞാൻ. പക്ഷേ എനിക്ക് ബെഡ്റൂം വരെ പോകണമെന്നില്ല, ഇവിടെ തന്നെ ആയാലും ഞാൻ. അവൻ അവളുടെ കണ്ണുകളിൽ നോക്കിയാണ് പറഞ്ഞത്. അത് കേട്ടതും അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. അവൻ അവളെയും കൊണ്ട് മുൻവശത്തെ വാതിലിൻ്റെ അടുത്തേക്കാണ് നടന്നത്. അവൻ കാലുകൾ കൊണ്ട് ഡോർ അടച്ചു. പിന്നെ അവളെ നോക്കി. അത് എന്തിനാണെന്ന് മനസ്സിലായതും അവൾ അവൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് തന്നെ ഡോറ് ലോക്ക് ചെയ്തു. പിന്നെ അവൻ അവളെയും കൊണ്ട് പടികൾ കയറി അവരുടെ റൂമിലേക്ക് കയറിയതും കാലുകൊണ്ട് തന്നെ അവൻ ഡോറടച്ചു. അവളെയും കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു. അവളെ പതിയെ ബെഡിൽ കിടത്തി അവൻ അവളുടെ അടുത്ത് കിടന്നു. ദേവാ, അവൻ വളരെ ആർദ്രമായി വിളിച്ചതും അവളൊന്ന് മൂളി. ഇപ്പോഴും നിന്റെ തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുകയാണോ? ആര്യൻ ചോദിച്ചതും അവൾ മനസ്സിലാവാത്തതുപോലെ നെറ്റിച്ചൊളിച്ച് അവനെ നോക്കി. എന്താ എന്താ അച്ചേട്ടൻ പറയുന്നത്? അവൾ ചോദിച്ചു. നമുക്കിടയിലേക്ക് ഇപ്പോ ഒരു കുഞ്ഞ് വേണമെന്ന് അത്ര നിർബന്ധാണോ? ആര്യൻ ചോദിച്ചു. അതെ അച്ചുവേട്ടാ, അതിനെനിക്ക് ഒട്ടും ആലോചിക്കണ്ട, അവൾ പറഞ്ഞു. പക്ഷെ ദേവ, നീ അത് മോൾക്ക് വേണ്ടി എടുത്ത തീരുമാനമാണോ? അതോ നീ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മുടെ നമ്മുടെ രണ്ടുപേരുടെയും പ്രണയത്തിൻ്റെ അടയാളമായ ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ
മോൾക്ക് ഫീഡ് ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണോ നീ നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നത്? ആര്യൻ ചോദിച്ചതും അവൾ ചരിഞ്ഞ് അവന്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു. അവന്റെ കൈകൾക്കിടയിലൂടെ കൈയിട്ടുകൊണ്ട് അവനിലേക്ക് മാക്സിമം ചേർന്ന് കിടന്നു. അവളുടെ മാറ് അവന്റെ ദൃഢമായ നെഞ്ചിൽ അമർന്നു. അത്രയും ചേർന്ന് കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ ചോദിച്ചത് എന്നാണ് എന്ന് അച്ചുവേട്ടൻ ഓർക്കുന്നുണ്ടോ? അന്ന് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മോൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ മനസ്സിൽ അപ്പോഴും ഈ മുഖം ഉണ്ടായിരുന്നു. പക്ഷെ ദേവ, അന്ന് നീ എന്നോട് ഒരു കുഞ്ഞിനെ ചോദിച്ചു. നമുക്കിടയിൽ 3 വർഷത്തെ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അന്ന് എന്ത് ധൈര്യത്തിലാണ് നീ അങ്ങനെ ഒരാളെ ചോദിച്ചത്? 3 വർഷം നമ്മുടെ മോളെയും കുഞ്ഞിനെയും ഒരുമിച്ച് നീ മുലയൂട്ടും. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും കുഞ്ഞിനെ എന്ത് ചെയ്യുമായിരുന്നു? ആര്യൻ ചോദിച്ചു. ഞാൻ കൊണ്ടുപോകുമായിരുന്നു. എനിക്ക് ഈ ഭൂമിയിലെ സ്വന്തം എന്ന് പറയാൻ അപ്പോൾ ഒരാളെങ്കിലും ഉണ്ടാവില്ലേ അച്ചുവേട്ട? അവൾ പറഞ്ഞതും ആര്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു. എന്നിട്ട് നീ കുഞ്ഞിനെയും കൊണ്ട് എന്തു ചെയ്യുമായിരുന്നു? നിന്റെ പഠിത്തം, ജോലി, എങ്ങനെ ഒറ്റയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട്? ആര്യൻ ആകാംക്ഷയോടെ ചോദിച്ചു. എനിക്ക് അത്യാവശ്യം ഒരു ബാങ്ക് ബാലൻസ് എൻ്റെ പേരിൽ അച്ഛൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വരതയും എനിക്കൊരു അക്കൗണ്ട് ആരും അറിയാത്തത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലും അത്യാവശ്യം നല്ലൊരു തുകയുണ്ട്. അച്ഛൻ ഇട്ടിട്ട് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് വൈകിയാണ് എന്ന് മാത്രം. അതുകൊണ്ട് ഒരു 2-3 വർഷം എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം ജീവിക്കാനുള്ളത് ഉറപ്പായിട്ടുണ്ടാകും. ആദ്യം ഒരു വീടോ ഫ്ലാറ്റോ ഒരു ചെറുത് കണ്ടുപിടിക്കുമായിരുന്നു. അവിടെ കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കും. കുഞ്ഞ് ഡേ കെയറിലേക്ക് ആകുമ്പോൾ ഞാൻ ഒരു ജോലിക്ക് പോകും, അവൾ പറഞ്ഞു. ഒട്ടും ആലോചിക്കാതെ അവൾ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ആര്യന് മനസ്സിലായി അവൾ ഇത് നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് എന്ന്. എന്നിട്ട് ഞാനും എൻ്റെ കുഞ്ഞും അവിടെ ജീവിക്കും. അച്ചുവേട്ടൻ മോളുടെ കൂടെ ഇവിടെയും, അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോൾ നീ നമ്മുടെ മോളെ കാണില്ലേ പിന്നെ? ആര് പറഞ്ഞു ഞാൻ കാണില്ല എന്ന്? എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ എല്ലാം ഞാൻ വന്ന് കാണും. അപ്പോ എന്നെയോ? ആര്യൻ അവളെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അച്ചുവേട്ടനെയും ഞാൻ കാണും. കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അവൾ പറയുമ്പോൾ അവളുടെ ശബ്ദം ഒന്നിടറി. അപ്പോ എനിക്ക് കാണണ്ടേ നമ്മുടെ കുഞ്ഞിനെ? അച്ചുവേട്ടന് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാലോ നമ്മുടെ കുഞ്ഞിനെ. ഞാൻ തടസ്സമൊന്നും പറയില്ലല്ലോ. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും ഒരു പ്രൊട്ടക്ഷൻ പോലെ എൻ്റെ പേരിൻ്റെ കൂടെ ആര്യവീർ എന്ന പേരുണ്ടാകുമല്ലോ. അതുകൊണ്ട് എന്നെ ഒരാളും തെറ്റായ രീതിയിൽ കാണുകയോ എന്നോട് മോശമായി പെരുമാറുകയോ ഇല്ല. അതെനിക്ക് ഉറപ്പാണ്. അവൾ പറഞ്ഞതും ആര്യൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. ആദ്യമായിട്ട് ആര്യന്റെ കണ്ണുകൾ നിറഞ്ഞു. രണ്ടുപേരും എത്ര സമയം അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നു എന്ന് അറിയില്ല. ആര്യൻ അവളെ എടുത്ത് അവന്റെ ദേഹത്തേക്ക് കിടത്തി. അവളും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവന്റെ നെഞ്ചിൽ കിടന്നു. കുറെ നേരം കഴിഞ്ഞതും അവൾ പതിയെ മുഖമുയർത്തി നോക്കി. കണ്ണുകളടച്ച് കിടക്കുകയാണ്, പക്ഷേ ഉറങ്ങിയിട്ടില്ല. അവൾ അവന്റെ ദേഹത്ത് തന്നെ കിടന്നുകൊണ്ട് അച്ചുവേട്ടാ അവൾ വിളിച്ചു. ഒരു മൂളൽ മാത്രമായിരുന്നു അവനിൽ നിന്നും വന്നത്. എന്താ അച്ചുവേട്ടാ ആലോചിക്കുന്നത്? അവൾ ചോദിച്ചു. അങ്ങനെ ഒരു നിമിഷം വരാതിരുന്നത് നന്നായി എന്ന് ആലോചിച്ചതാ. എനിക്ക് തിരിച്ചറിയാൻ പറ്റിയല്ലോ നിന്നോടുള്ള എൻ്റെ ഇഷ്ടം, നിനക്ക് എന്നോടുള്ള ഇഷ്ടവും. അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റിയത്. ആര്യൻ പറഞ്ഞതും അതെ അച്ചുവേട്ടാ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹവും അവരുടെ പ്രാർത്ഥനയും എൻ്റെ കൂടെയുണ്ട് എന്ന്. അതുകൊണ്ടല്ലേ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സുരക്ഷിതമായ കൈകളിൽ തന്നെ അവരെന്നെ ഏൽപ്പിച്ചത്, അവൾ പറഞ്ഞു. ആര്യൻ പെട്ടെന്ന് അവളെ മറച്ചിട്ടുകൊണ്ട് അവളുടെ മേലേക്ക് കിടന്നു. സുരക്ഷിതമായ കൈകളിലാണോ നീ? ആര്യൻ ചോദിച്ചു. അതെ, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെ പുലിക്കാട്ടിൽ ആര്യവീറിന് ആളുടെ പ്രൗഢി, മഹത്വം അറിയാത്തതാ, അവൾ പറഞ്ഞു. അതെയോ? അതെ, വേറെ ആരും അറിയണ്ട, നീ മാത്രം അറിഞ്ഞാൽ മതി. എന്നാ ഞാൻ ആഗ്രഹം സാധിച്ചു തരാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ആര്യൻ പറഞ്ഞതും അത്രയും നേരം നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന അവളുടെ സംസാരം പെട്ടെന്ന് നിന്നു. അവളുടെ കണ്ണുകളിൽ ഒരു പിടച്ചിലും ഒരു നാണവും എല്ലാം വിരിയുന്നത് കൗതുകത്തോടെ
ആര്യൻ നോക്കി നിന്നു. ഇതിപ്പോ ആദ്യമായിട്ടല്ലല്ലോ ദേവ, എന്നിട്ടും എന്താണ് ഇത്രയ്ക്ക് നാണം? ആര്യൻ ചോദിച്ചു. അത് അങ്ങനെ ചോദിച്ചാ അറിയില്ല. എനിക്ക് എനിക്ക് അച്ചുവേട്ടൻ അടുത്ത് വരുമ്പോ പറയാൻ അറിയില്ല അച്ചുവേട്ടാ. എ- എനിക്ക് അവൾ പറഞ്ഞു, പറയണ്ട, കാണിച്ചു തന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുഖം അവളുടെ മുഖത്തിനടുത്തേക്ക് താഴ്ന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുമായി മുട്ടി. ആര്യൻ പതിയെ വായ തുറന്ന് അവളുടെ ചുണ്ടിനെ അവന്റെ വായ്ക്കുള്ളിലാക്കി. അപ്പോഴും അവന്റെ കണ്ണുകളുടെ നോട്ടം അവളുടെ കണ്ണുകളിൽ തന്നെയായിരുന്നു. എന്നാൽ ആ സമയം അവളുടെ കണ്ണുകൾ പതിയെ കൂമ്പിയടഞ്ഞു. അവളുടെ കൈകൾ അവന്റെ മുടികൾക്കിടയിലൂടെ ഓടി നടന്നു. ആര്യന്റെ കണ്ണുകളും പതിയെ അടഞ്ഞു. അവളുടെ ചുണ്ടുകളുടെ മൃദുത്വവും ഉമിനീരിന്റെ രുചിയും അവനെ കൂടുതൽ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു. അവളും തിരിച്ച് അവന്റെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.